ഹായ് ഗൈസ്, ഇൻസ്പയർഡ് വിത്ത് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാറക്കൽ മത്സ്യഫെഡിലാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10 o'clock റീച്ച് ആയിട്ടുണ്ട്. ഇപ്പം ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ആൻഡ് ദെൻ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇവിടുത്തെ ചേച്ചിമാർ ഞങ്ങൾക്ക് നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കേ. ഹായ്, ഇവിടെ വന്നിട്ട് ഭയങ്കര എന്താ പറയുക, വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് സീനറീസൊക്കെ നമുക്കിവിടെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഹോസ്പിറ്റൽ ടീംസായിട്ട് വന്ന സമയത്ത് നമുക്ക് മറ്റേ ഫിഷിങ്ങിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇവിടെ ചെയ്യേണ്ടി വരും. അതർവൈസ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സൺഡേയ്സൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസസ് തന്നെയാണിത്, ഞാറക്കൽ മത്സ്യഫെഡ് എന്ന് പറയുന്നത്. then അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ചെണ്ടുമല്ലി, മൊസാന്ത, അതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോൾ ഇത്രയും ബുഷി അല്ലായിരുന്നു ഓർക്കിഡ് പ്ലാന്റ്. പക്ഷേ ഇവിടെ ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോണ്ടിൽ വെള്ളമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ദെൻ ഇതിൻ്റെ എൻട്രൻസിൽ കയറി വരുമ്പോഴേ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിൽപ്പുള്ളത്. ആൻഡ് ദെൻ ഹിബിസ്കസിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കയറി വരുന്നത് ജസ്റ്റ് ഇതാ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ്. ബ്രിഡ്ജ് അത്യാവശ്യം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബേസിസിൽ കൂടുതലും പറഞ്ഞേക്കുന്നത് വുഡിൻ്റെ പോർഷൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ കയറുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ദെൻ അവിടെ ഒരു ചെറിയൊരു വഞ്ചിയൊക്കെ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ടീംസിലെ കുറേ മെമ്പേഴ്സ്, ഗേൾസ് ഹായ് പറയാമോ? ഓക്കെ, ഹായ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വളരെ രണ്ട് സൈഡും ഇതുപോലെ ഇതിൻ്റെ വാട്ടർ ഫ്രണ്ടേജ് ആണ് റോഡിൻ്റെ രണ്ട് സൈഡും വരുന്നത്. ആൻഡ് നല്ല കാറ്റുമാണ് ഇവിടെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അത് നമ്മൾ സൺഡേ വളരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെ പറയാം, ഞാറക്കൽ മത്സ്യഫെഡ് അക്വാ ടൂറിസം സെൻറ്റർ എന്ന് പറയാം. ഇവിടെ റോഡെന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ ഈ റോഡ് കറക്റ്റായിട്ട് അവിടെ ചെന്നിട്ട് അതിനപ്പുറം വന്ന് ബീച്ച് സൈഡാണ് വരുന്നത്, അതിൻ്റെ മേളിലാണ് ബീച്ച് സൈഡ് വരുന്നത്. ആൻഡ് ദെൻ ഇതും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ റോഡായത്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വ്യൂസ് കാണാൻ സാധിക്കും. ഇത് നമ്മൾ വിസിറ്റ് ചെയ്ത ഞാറക്കൽ മത്സ്യഫെഡിൻ്റെ തന്നെ പോർഷൻ തന്നെയാണ്. ഇത് റോഡ് സൈഡിലാണ് വരുന്നത്. പക്ഷേ നല്ല വെയിലുണ്ടെന്ന്. അപ്പോൾ എന്തായാലും വെയിലാണ് എങ്കിലും നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ റീച്ച് ആവുന്നത് ഈ സൈഡിലാണ് വരുന്നത്. നമ്മൾ യൂബറിലാണ് വന്നത്, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദെൻ ഇവിടെ വന്നിട്ട് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഈ കൗണ്ടറിലായിട്ടാണ് വരുന്നത്. അവിടെ വന്നപ്പോഴും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ദെൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ എൻട്രൻസ് പോകുന്നത് ഇതിനകത്തോട്ടാണ്. ജസ്റ്റ് ബോർഡ് താഴെ. അപ്പോൾ ഗൈസ്, ചായ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് പോകാം. നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴംപൊരിയും പിന്നെ നമുക്കുള്ള ചായസൊക്കെ അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനിപ്പോൾ ടീ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് പോകുന്നതാണ്. ഓക്കെ,
ബോട്ട് സർവീസിലോട്ട് കയറാൻ പോവാണ്. ജസ്റ്റ് പെഡൽസ് ബോട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കേ,
ആൻഡ് ദെൻ അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ലഞ്ച് കഴിക്കാനാണ്. ബോട്ടിങ് ഓൾമോസ്റ്റ് ഫുൾ ടയേർഡായിരുന്നു. ഫുൾ നല്ല വെയിലും പിന്നെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലഞ്ച് വന്നു. ലഞ്ച് അത്യാവശ്യം നല്ല സീ ഫുഡൊക്കെ ആയിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു. ഇഷ്ടംപോലെ ചോറും ആൻഡ് ദെൻ നല്ല മീൻ കറിയൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു സ്പോട്ടുണ്ട്, കടൽ കാണാൻ പറ്റുന്ന, അങ്ങോട്ട് പോയി. അവിടെ പോയി അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങളൊരു 3 കിലോമീറ്റേഴ്സ് നടന്ന് ഞങ്ങൾ ബീച്ചിലാണ് എത്തിയത്. പിന്നെ ബീച്ചിൽ നല്ല അടിപൊളി ഭയങ്കര രസമായിരുന്നു. മാക്സിമം നമ്മൾ ബീച്ചിൽ എൻജോയ് ചെയ്തു. ഒരു അടിപൊളി കിടിലൻ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് ഒരു ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ഷൂ. അപ്പോൾ അതിങ്ങനെ കടലിൽ എറിയുമ്പോൾ വീണ്ടും തിരിച്ച് വരും, വീണ്ടും നമ്മൾ തിരിച്ചെറിയും. അങ്ങനെ വളരെ ഫണ്ണിയായിരുന്നു. അവസാനം നല്ലൊരു കിടിലൻ സൺസെറ്റും കണ്ട് ഏകദേശം 10-15 മിനിറ്റ്സ് ആ സൺസെറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരുമായിട്ടൊരു ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു. ആൻഡ് ഇറ്റ്സ് എ കൂൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ടൈം കിട്ടും, നിങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് തന്നെയാണ് ഈ ഞാറക്കൽ മത്സ്യഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.